തുടർച്ചയായ 3 പരാജയങ്ങളിൽ നിരാശരായിരിക്കുന്ന ആരാധകരുടെ പിന്തുണ വിജയങ്ങൾ കൊണ്ട് ശക്തമായി തിരിച്ചു കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ 9ാം മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സിയെ കലൂരിൽ നേരിടുകയാണ്. ഹോം ഗ്രൗണ്ടിൽ പുലികളായ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എലികളാകുമ്പോൾ പണ്ടത്തെ ഇവാനാശാൻ നൽകിയ ഹോമിൽ എതിരാളികളുടെ പേടി സ്വപ്നമായ ബ്ലാസ്റ്റേഴ്സിന്റെ ആവേശം നിറഞ്ഞ പോരാട്ട വീര്യം തിരിച്ചു വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഹോമിൽ ആരാധകർക്കിന്ന് ഒരു വിരുന്നൊരുക്കാനും ആശ്വാസം പകരാനും ബ്ലാസ്റ്റേഴ്സിനാകൂ. എന്തായാലും മോശം ഫോമിൽ നിലവിൽ 10ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സ് മികച്ച ഫോമിൽ 4ാം സ്ഥാനത്തുള്ള ചെന്നൈയിൻ എഫ്സിയെ നേരിടുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. പക്ഷേ സസ്പെൻഷൻ കഴിഞ്ഞ് പെപ്രയും പരിക്കുമാറി നോഹ് അടക്കമുള്ള പ്രധാന താരങ്ങളും മടങ്ങിയെത്തുമ്പോൾ പ്രതീക്ഷകൾ ബാക്കിയാവുകയാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ 11 പരിശോധിക്കുമ്പോൾ 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിൻ മടങ്ങിയെത്തിയെങ്കിലും ഇന്നും സോംകുമാറിനായിരിക്കും നറുക്ക് വീഴുക. ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും റൈറ്റ് ബാക്കായി സന്ദീപ് സിംഗും 2 സെന്റർ ബാക്കുകളായി പ്രീതം കോട്ടാലും കോയ്ഫും 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി വിപിനും ദാനിഷും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ലൂണയും 2 വിങ്ങുകളിലുമായി രാഹുലിന് പകരം കഴിഞ്ഞ മത്സരത്തിൽ മികച്ച കളി കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ കോറോ സിംഗും നോഹ് സദോവിയും മുന്നിൽ ഏക സ്ട്രൈക്കറായി ഹെസൂസ് ഹിമിനസും എത്തിയേക്കും. പകരക്കാരന്റെ റോളിൽ വന്ന് രക്ഷകനാകാൻ പെപ്രയും 2ാം പകുതിയിൽ കളം വാഴുമ്പോൾ ശുഭപ്രതീക്ഷകൾ മാത്രം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.